ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ മൗഗ്ലി എന്നുള്ള പാഠഭാഗമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ നിങ്ങളുടെ വർക്ക് എന്ന് പറയുന്നത് ആക്ടിവിറ്റി 3 ആണ്. ഇതിൽ മൗഗ്ലി ഈസ് ഫൈറ്റിംഗ് വിത്ത് ക. മൗഗ്ലി കായുമായിട്ട്, അതായത് ആ സ്നേക്കുമായിട്ട് യുദ്ധത്തിലാണ്. ക്യാൻ യു ഡിസ്ക്രൈബ് ദ സീൻ? നിങ്ങൾക്ക് ആ സീൻ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുമോ? ഇവിടെ കുറച്ച് ഹിൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് ആ ഒരു സീൻ ഡിസ്ക്രൈബ് ചെയ്ത് നോക്കാം. നമുക്ക് ഈ ഫോട്ടോയിലേക്കൊന്ന് നോക്കാം. മൗഗ്ലിയാണ് അല്ലേ? മൗഗ്ലി ഈസ് ഫൈറ്റിംഗ് വിത്ത് ആരുമായിട്ടാണ് യുദ്ധം ചെയ്യുന്നത്? കായുമായിട്ടാണ്. അപ്പോൾ മൗഗ്ലി ഈസ് ഫൈറ്റിംഗ് വിത്ത് ക. അതിനുശേഷം എന്താണ് ഇവിടെ കാണുന്നത്? നമ്മുടെ വോൾഫ്സിൻ്റെ കബ്സൊക്കെ എന്ത് ചെയ്യാണ്? ആ യുദ്ധത്തെ നോക്കി കാണുകയാണ് അല്ലേ? അപ്പോൾ കബ്സ് ആർ വാച്ചിങ് ദ ഫൈറ്റ് എന്ന് നമുക്ക് എഴുതാം. അതിനുശേഷം കുറച്ച് ബേർഡ്സിനെ കാണുന്നുണ്ട്. അവരെന്താ ചെയ്യുന്നത്? അവരവിടുന്ന് പേടിച്ച് പാറിപ്പോകുകയാണ് അല്ലേ? അതെങ്ങനെ ഇംഗ്ലീഷിലേക്ക് പറയും? ബേർഡ്സ് ആർ ഫ്ലൈയിങ് എവേ. അവർ ദൂരേക്ക് പറന്ന് പോവുകയാണ്. അതിനുശേഷം നമ്മുടെ സ്നേക്ക്, നമ്മുടെ കായുണ്ട്. കായ എന്താ ചെയ്യുന്നത്? മൗഗ്ലിക്ക് നേരെ ചീറ്റുകയാണല്ലേ? ഹിസ്സിങ് എന്ന് പറയുന്നത് കായുടെ സൗണ്ടിനെയാണ്, സ്നേക്കിൻ്റെ സൗണ്ടാണ് ഹിസ്സിങ് എന്ന് പറയുന്നത്. ഇവിടെ ഇനി അടുത്തത് നമുക്ക് അനിമൽസിൻ്റെ ഫോട്ടോ കാണുന്നുണ്ട്. അതെങ്ങനെ എഴുതാം? അനിമൽസ് ആർ വാച്ചിങ് ദ ഫൈറ്റ്. അവരെല്ലാവരും ഈ ഫൈറ്റ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ? വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇനിയും ഒരുപാട് സെൻറ്റൻസ് നമുക്ക് വേണമെങ്കിൽ കൂട്ടി ചേർക്കാവുന്നതാണ് അല്ലേ? ഇത് എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്? ഒരു ഫോറസ്റ്റ് വെച്ചിട്ടാണ് നടക്കുന്നത്. ഇനി ഇന്ന് എടുത്തിട്ടുള്ള പാഠഭാഗത്തിലേക്ക് വരാം. ക ദ സ്നേക്ക്. സ്നേക്കിൻ്റെ പേരെന്താ? ക എന്നാണ് അല്ലേ? റൺ, ഇറ്റ്സ് ക ദ ഡേഞ്ചറസ് സ്നേക്ക്. ഓടിക്കോ, ഏതാ ക വരുന്നു. ദ ഡേഞ്ചറസ്, അപകടകാരിയായ പാമ്പ്. ദ കബ് ക്രൈഡ്. ആ വോൾഫിൻ്റെ കബ്സ്, കുട്ടികൾ എന്താണ്? കരയുകയാണ്. ആസ് ദേ റാൻ, എന്നിട്ട് അവർ ഓടുന്നു. സ്റ്റോപ്പ് ദേർ, അവിടെ നിൽക്കൂ. ദിസ് ഈസ് മൈ ട്രീ, ഇത് എൻ്റെ മരമാകുന്നു. ഹൗ ഡെയർ യു പ്ലക്ക് ആപ്പിൾസ് ഫ്രം മൈ ട്രീ? എൻ്റെ മരത്തിൽ നിന്ന് ആപ്പിൾസ് എടുക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? ക ബ്ലോക്ക്ഡ് ദെയർ വേ. ക എന്താ ചെയ്യുന്നത്? അവർ പോകുന്ന വഴിയെ ബ്ലോക്ക് ചെയ്യണം, അവിടെ തടഞ്ഞു നിർത്തുകയാണ്. ഇറ്റ് റഷ് ടുവാർഡ്സ് ദം. അവർക്ക് നേരെ പാഞ്ഞടുക്കുന്നു. ആൻഡ് ഹിസ്ഡ്, അവർക്ക് നേരെ ഇങ്ങനെ ചീറ്റുകയാണ്. അതായത് ഹിസ് എന്ന് പറഞ്ഞാൽ ആ സ്നേക്കിൻ്റെ സൗണ്ടിനാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫ് നോക്കാം. ദ ഫൈറ്റ്. ഇനി യുദ്ധം നടക്കുവാൻ പോവുകയാണ്. മൗഗ്ലി കോട്ട് ക ബൈ ദ നെക്ക്. നമ്മുടെ മൗഗ്ലി എന്താ ചെയ്യുന്നത്? ആ സ്നേക്കിനെ അതിൻ്റെ കഴുത്തിൽ പിടിക്കുകയാണ്. ക ട്രൈഡ് ടു ഫ്രീ ഹിംസെൽഫ്. ക ശ്രമിക്കുന്നുണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ. നൗ ഐ വോണ്ട് ലെറ്റ് യു ഗോ. ഞാൻ നിന്നെ പോകുവാൻ സമ്മതിക്കില്ല. മൗഗ്ലി ഹെൽഡ് ക ടൈറ്റ്ലി. മൗഗ്ലി കായെ ഒന്നുകൂടെ മുറുകെ പിടിക്കുകയാണ്. ക ഹിസ്ഡ് ഫേഴ്സ്ലി. ക ഒന്നുകൂടെ ശക്തിയായി മൗഗ്ലിക്ക് നേരെ ഒന്ന് ചീറ്റുകയാണ്. ദ ബേർഡ്സ് ഓൺ ദ ട്രീ ഫ്ലൂ എവേ ക്രൈങ് ലൗഡ്ലി. ആ മരത്തിലുള്ള പക്ഷികൾ കരഞ്ഞുകൊണ്ട്, ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് അവിടുന്ന് പാറിപ്പോവുകയാണ്. ദ കബ്സ് ഹീഡ് ബിഹൈൻഡ് എ ട്രീ. നമ്മുടെ വോൾഫിൻ്റെ കബ്സ്, കുഞ്ഞുങ്ങൾ എന്താ ചെയ്യുന്നത്? അവർ മരത്തിൻ്റെ പിറകിൽ ഒളിച്ചിരിക്കുകയാണ്. ആൻഡ് വാച്ച്ഡ് ദ ഫൈറ്റ്. എന്നിട്ട് അവർ അവിടെ നിന്നുകൊണ്ട് യുദ്ധം ഇങ്ങനെ നോക്കുകയാണ്. നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിലുള്ള ആദ്യത്തെ വർക്ക് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനിയുള്ള വർക്ക് എന്ന് പറയുന്നത് മൗഗ്ലി എന്നുള്ള പാഠഭാഗം മൊത്തം വായിക്കുക. വായിച്ചിട്ട് അതിൽ നിന്ന് ആക്ഷൻ വേർഡ്സ് കണ്ടെത്തണം. അപ്പോൾ ആക്ഷൻ വേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ചെയ്യുന്ന പ്രവൃത്തികളാണല്ലേ? നമ്മൾ കൈകൾ കൊട്ടുകയാണെങ്കിൽ അതിനെന്താ പറയുക? ക്ലാപ്പ് എന്ന് പറയും അല്ലേ? അതുപോലെ തന്നെ കിക്ക് ദ ബോൾ, ക്യാച്ച് ദ ബോൾ, ഇവയൊക്കെ പറയാറില്ലേ? റൺ, അതുപോലെ തന്നെ സ്ലീപ്പ്, ഹെൽപ്പ്, ഇവയെല്ലാം എന്താണ്? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളാണ്. ഇതിനാണ് നമ്മൾ ആക്ഷൻ വേർഡ്സ് എന്ന് പറയാറ്. അപ്പോൾ ഇതുപോലുള്ള പ്രവൃത്തികൾ നമ്മളുടെ ഈ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാടുണ്ട്. നിങ്ങൾ അവയെല്ലാം കണ്ടെത്തിയിട്ട് അണ്ടർലൈൻ ചെയ്യണം. ഓക്കെ, ഇവിടെ ആദ്യത്തെ പാരഗ്രാഫിലുള്ള ആക്ഷൻ വേർഡ്സ് ഏതൊക്കെയാണ്? സെഡ്, ടേക്ക്, ആസ്ക്ഡ്, ഗ്രൂ, കോൾഡ്, ലവ്. അടുത്ത പാരഗ്രാഫിൽ വെന്റ്, സോ, ടച്ച്ഡ്, വൗണ്ട്, സ്റ്റോപ്ഡ്, ഗെറ്റ്. അടുത്ത പാരഗ്രാഫിൽ ക്ലൈംബ്ഡ്, പ്ലക്ക്ഡ്, ക്യാച്ച്, ത്രൂ, കം, വെന്റ്, ഷൗട്ടഡ്, ഹെഡ്. അടുത്ത പാരഗ്രാഫിൽ ഡെയർ, പ്ലക്ക്, ബ്ലോക്ക്ഡ്, റഷ്ഡ്, ഹിസ്ഡ്. അടുത്ത പാരഗ്രാഫിൽ കോട്ട്, ട്രൈഡ്, ലെറ്റ്, ഹെൽഡ്, ഹിസ്ഡ്, ഫ്ലൂ, ഹീഡ്, വാച്ച്ഡ്, ബൈറ്റ്,
terrified, opened, swallow, pressed, choked, cried, go, crawled. ലാസ്റ്റ് പാരഗ്രാഫിലുള്ളത് ഷൗട്ടഡ്, ട്രംപറ്റഡ്, ചീപ്ഡ്, ഫ്ലൂ, ഹോൾഡ്, ഹഗ്ഡ്, റാൻ, വെയിറ്റിംഗ്, ആസ്ക്ഡ്. ഇത്രയുമാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ആക്ഷൻ വേർഡ്സ്. അപ്പോൾ എല്ലാവരും ഇത് ടെക്സ്റ്റ് ബുക്കിൽ പോയിട്ട് അണ്ടർലൈൻ ചെയ്യുക. മീനിങ്സ് ഒക്കെ ഡിക്ഷണറിയിൽ പോയിട്ട് നിങ്ങൾ സ്വയം കണ്ടെത്തിയിട്ട് നോട്ട്ബുക്കിലേക്കും എഴുതി പഠിക്കുക. എനിവേ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇനിയും കൂടുതൽ ആക്ടിവിറ്റീസുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. അണ്ടിൽ ദെൻ ബൈ ബൈ.